നമസ്കാരം, പി എസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷ അതുപോലെ തന്നെ ബിവറേജ് LDC പരീക്ഷകളൊക്കെ എത്തിക്കഴിഞ്ഞു. പ്രിലിംസ് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 50 ഡേയ്സ് ചലഞ്ച് ക്ലാസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ PSC നടത്തിയ പ്രധാനപ്പെട്ട പ്രിലിമിനറി പരീക്ഷകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്താണ് നമ്മളുടെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്ലാസ് ആണിത്. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും നമ്മുടെ ഈ 50 ഡേയ്സ് ചലഞ്ചിൽ ജോയിൻ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതുതായി വന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും ദയവ് ചെയ്ത് സുഹൃത്തുക്കളും ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഒത്തിരി സുഹൃത്തുക്കൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. PSC ടുഡേ ഒഫീഷ്യൽ എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര്. PSC ടുഡേ ഒഫീഷ്യൽ എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പോ നമുക്ക് നോക്കാം ദേശീയ ഗീതത്തെ പറ്റി. എന്തിനെ പറ്റിയാ? ദേശീയ ഗീതത്തെ പറ്റി. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം എന്താണ്? വന്ദേ മാതരമാണ്. വന്ദേ മാതരം രചിച്ച വ്യക്തി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം രചിച്ച വ്യക്തി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വർഷം 1875 നവംബർ മാസം 7-ാം തീയതി. ഈ ഡേറ്റ് ആണെന്ന് കരുതപ്പെടുന്നു കേട്ടോ. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വർഷം 1875 നവംബർ മാസം 7-ാം തീയതിയാണ്. വന്ദേ മാതരം എടുത്തിരിക്കുന്ന നോവൽ ആനന്ദമഠം നോവൽ. വന്ദേ മാതരം എടുത്തിരിക്കുന്ന ഏത് നോവലിൽ നിന്നാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ്. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷ. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം നോവൽ രചിക്കുവാൻ കാരണമായ പശ്ചാത്തലം സന്യാസി ലഹള. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ രചിക്കുവാൻ കാരണമായ പശ്ചാത്തലം ചോദിച്ചാൽ അത് സന്യാസി ലഹളയാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയ വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയ വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജനഗണമന ദേശീയ ഗാനമായിരിക്കുമ്പോൾ തന്നെ വന്ദേ മാതരത്തിന് തുല്യമായ ബഹുമാനം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട നേതാവ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. റയർ പോയിന്റ് ആണ്. ജനഗണമന ദേശീയ ഗാനമായിരിക്കുമ്പോൾ തന്നെ വന്ദേ മാതരത്തിന് തുല്യമായ ബഹുമാനം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട നേതാവ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൊൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ച്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൊൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ചാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ ആണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിച്ചത് 2025. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിച്ചത് 2025. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട വന്ദേ മാതരം സമ്പ്രദായം ആരംഭിച്ചത് കൊൽക്കത്തയിലായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ദേ മാതരം സമ്പ്രദായം ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. വന്ദേ മാതരം എന്ന പേരിൽ പത്രം പുറത്തിറക്കിയ വ്യക്തി ബിപിൻ ചന്ദ്രപാലാണ്. ഇതൊരു ഇംഗ്ലീഷ് പത്രമായിരുന്നു. വന്ദേ മാതരം എന്ന പേരിൽ പത്രം പുറത്തിറക്കിയ വ്യക്തി ബിപിൻ ചന്ദ്രപാലാണ്. ഇതൊരു ഇംഗ്ലീഷ് പത്രമായിരുന്നു. ബംഗാൾ വിഭജന കാലത്ത് രാഷ്ട്രീയ മുദ്രാവാക്യമായി ഉപയോഗിച്ചിരുന്നത് വന്ദേ മാതരം. ബംഗാൾ വിഭജന കാലത്ത് രാഷ്ട്രീയ മുദ്രാവാക്യമായി ഉപയോഗിച്ചിരുന്നത് വന്ദേ മാതരം. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22 ആണ്. നമുക്ക് നോക്കാം ഔദ്യോഗിക ഭാഷകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടികയിലാണ് ഔദ്യോഗിക ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടികയിലാണ് ഔദ്യോഗിക ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഔദ്യോഗിക ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 17 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഔദ്യോഗിക ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 17 ആണ്. ഔദ്യോഗിക ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ. ഔദ്യോഗിക ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയാണ്.
ഹിന്ദി ഭാഷയുടെ വികസനത്തിനെയും വ്യാപനത്തിനെയും വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 351. ഹിന്ദി ഭാഷയുടെ വികസനത്തിനെയും വ്യാപനത്തിനെയും വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 351. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക പ്രകാരം നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക പ്രകാരം നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22 ആണ്. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് കേട്ടിരുന്നാൽ മതി. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കിണി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു, ബോഡോ, സന്താലി, മൈഥിലി, ഡോഗ്രി എന്നീ ഭാഷകളാണ്. ഇന്ത്യൻ ഭരണഘടനയില് ഔദ്യോഗികമായിട്ടുള്ള ഭാഷകളുടെ എണ്ണം 22 ആണ്. അവ ഏതൊക്കെയാ? ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കിണി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു, ബോഡോ, സന്താലി, മൈഥിലി, ഡോഗ്രി എന്നീ ഭാഷകളാണ്. ഇതിനകത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളുടെ ഭാഗമായ വിദേശ ഭാഷ എന്ന് ചോദിച്ചാൽ അത് നേപ്പാളിയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക ഭാഷകളുടെ ഭാഗമായിട്ടുള്ള വിദേശ ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ അത് നേപ്പാളിയാണ്. ആദ്യകാലത്ത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 14. ആദ്യകാലത്ത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയായിരുന്നു? 14 ആയിരുന്നു. ആദ്യകാലത്ത് മലയാളവും ഈ 14 ഭാഷയിൽ ഉൾപ്പെട്ടിരുന്നു കേട്ടോ. മലയാളവും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 14 ഭാഷയിൽ ഉൾപ്പെട്ടിരുന്നു. 1967 21ാം ഭേദഗതിയിലൂടെ സിന്ധി ഭാഷ ഒഫീഷ്യൽ ലാംഗ്വേജുകളുടെ ഭാഗമായി. 1967 21ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിന്ധി ഭാഷയും കൂട്ടിച്ചേർക്കപ്പെട്ടു. 1992 71ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തുന്നു. 1992 71ാം ഭേദഗതി നിയമത്തിലൂടെ കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തി. 2003 92ാം ഭേദഗതി നിയമത്തിലൂടെ ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇത് പ്രാബല്യത്തിൽ വന്നത് 2004 കേട്ടോ. അങ്ങനെ ഓർത്തു പഠിച്ചോളണം. 2003 92ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി ഭാഷകൾ ഇന്ത്യൻ ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ ഭാഗമായി. ഈ നിയമം നിലവിൽ വന്നത് പക്ഷേ 2004 ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് ക്ലാസിക്കൽ ഭാഷകൾ. എന്താണ് ക്ലാസിക്കൽ ഭാഷകൾ? ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം 6. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം 6 ആണ്. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ തമിഴാണ്. എന്നാൽ തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് 2004 ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ തമിഴാണ്. തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2004 2005 സംസ്കൃതത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചു. 2005 സംസ്കൃതത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചു. 2008 കന്നഡയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചു. 2008 കന്നഡയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചു. 2008 തെലുങ്കിന് ക്ലാസിക്കൽ പദവി ലഭിച്ചു. 2008 തന്നെ തെലുങ്കിനും ക്ലാസിക്കൽ പദവി ലഭിച്ചു. 2013 മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചു. 2014 ഒഡിയയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചു. 2014 ഒഡിയയ്ക്കും ക്ലാസിക്കൽ പദവി ലഭിച്ചു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 7ാം പട്ടിക ശരിയായിട്ടുള്ള ഉത്തരം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ പരാമർശിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മളെ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയത്തില്ലേ, അവന്മാരാണ് സംഭവം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ പരാമർശിക്കും. 8ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഏതാ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഇൻഷുറൻസ് ആണ്. ലിസ്റ്റുകൾ. ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണെങ്കിൽ അത് ഭാഗം 11. ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഭാഗം 11 ആണ്.
ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 246 ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 246 ഈ 3 ചോദ്യങ്ങളും PSC പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് ഈ 3 ചോദ്യങ്ങളും പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറഞ്ഞു തരാം. ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടന ഭാഗം ചോദിച്ചാൽ ഭാഗം 11 ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ചോദിക്കുന്നതെങ്കിൽ അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ 246 ലിസ്റ്റുകൾ പ്രധാനമായും 3 തരം. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അറിയാവുന്നതാണ്. ലിസ്റ്റുകൾ പ്രധാനമായിട്ടും എത്ര തരമുണ്ട്? 3 തരമുണ്ട്. ഏതൊക്കെയാണത്? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ 3 പ്രധാന ലിസ്റ്റുകളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം 59. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാ? 59. തുടക്കകാലത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന വിഷയങ്ങളുടെ എണ്ണം 66 ആയിരുന്നു. തുടക്കകാലത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 66 ആയിരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അവകാശം ആർക്കാണ്? സംസ്ഥാനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം 59. തുടക്കകാലത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാ? 66. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അവകാശം ആർക്കാ? സംസ്ഥാന സർക്കാരിനാണ്. ഈ 3ാമത് പറഞ്ഞ പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ഓർത്തിരിക്കുക. രണ്ടാമതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് യൂണിയൻ ലിസ്റ്റ്. ഏതാണ് യൂണിയൻ ലിസ്റ്റ്? രാജ്യത്തിന്റെ മർമ്മപ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ലിസ്റ്റ് എന്നറിയപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്. രാജ്യത്തിന്റെ മർമ്മപ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ലിസ്റ്റ് എന്നറിയപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്. യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം 98. അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാ? 98. തുടക്കകാലത്ത് യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്ന വിഷയങ്ങളുടെ എണ്ണം 97. തുടക്കകാലത്ത് യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാ? 97. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുവാൻ അധികാരം പാർലമെന്റിനാണ്. പഠിച്ചോളണേ. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അവകാശം ആർക്കാണ്? അല്ലെങ്കിൽ അധികാരം ആർക്കാണ്? അത് പാർലമെന്റിനാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാജ്യത്തിന്റെ മർമ്മപ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ലിസ്റ്റ് എന്നറിയപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്. യൂണിയൻ ലിസ്റ്റ് ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം 98. തുടക്കകാലത്ത് യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്ന വിഷയങ്ങളുടെ എണ്ണം 97 ആയിരുന്നു. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. എന്താണ് കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം 52. കൺകറന്റ് ലിസ്റ്റിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാ? 52. തുടക്കകാലത്ത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്ന വിഷയങ്ങളുടെ എണ്ണം 47. തുടക്കകാലത്ത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 47 ആയിരുന്നു. കൺകറന്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അവകാശം പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യമായി നൽകിയിരിക്കുന്നു. ഓർക്കണം, കൺകറന്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അവകാശം പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യമായി നൽകിയിരിക്കുന്നു. ഒരല്പം പവർ കൂടുതൽ ആർക്കെന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിനാണ്. അത് അടുത്ത് അങ്ങോട്ട് വരുന്ന പോയിന്റ്സിൽ നമുക്ക് പറയാം. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ട് നൽകിയിരിക്കുന്നു. 1972 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 പ്രധാന വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു. അവയാണ് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഈ പറഞ്ഞ 5 വിഷയങ്ങളും PSC പ്രീവിയസ് ആയിട്ട് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, 1972 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 പ്രധാന വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു. ആ പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാ? വിദ്യാഭ്യാസം, വനം,
അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ഈ 5 പ്രധാനപ്പെട്ട വിഷയങ്ങളും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഓർക്കുക. ഇനിയാണ് നമ്മുടെ LGS മുതൽ LDC +2 ലെവൽ, ഡിഗ്രി ലെവൽ എന്നില്ല ഏതൊരു PSC പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോയിന്റ്സിലേക്ക് കടക്കാൻ പോകുന്നത്. അതാണ് ലിസ്റ്റുകളും ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങളും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങൾ നമുക്കൊന്ന് നോക്കാം. ക്രമസമാധാനം, പോലീസ്, ജയിൽ, തദ്ദേശ സ്വയംഭരണം, പൊതുജനാരോഗ്യവും ശുചിത്വവും, മദ്യം, കൃഷി, പന്തയം, കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ്, ടോള്, ഗ്യാസ് വർക്കുകളും അതുപോലെ വിപണികളും മേളകളും. ഫസ്റ്റ് സെറ്റാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആദ്യ സെറ്റിൽ ഏതൊക്കെയാ വരുന്നത്? ക്രമസമാധാനം, പോലീസ്, ജയിൽ, തദ്ദേശ സ്വയംഭരണം, പൊതുജനാരോഗ്യവും ശുചിത്വവും, മദ്യം, കൃഷി, പന്തയം, കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി. 3 നികുതികൾ നമ്മൾ എവിടെയാണ് അടയ്ക്കുന്നത്? സ്റ്റേറ്റിലാണ് അടയ്ക്കുന്നത്. ഏതൊക്കെയാത്? കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി. ഈ 3 നികുതികളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചു വെച്ചോളണം. ഫിഷറീസ്, ടോള്, ഗ്യാസ് വർക്കും അതുപോലെ തന്നെ വിപണികളും മേളകളും. ഇത്രയും സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ക്രമസമാധാനം പ്രീവിയസ് ആണ്, പോലീസ് പ്രീവിയസ് ആണ്, തദ്ദേശ സ്വയംഭരണം പ്രീവിയസ് ആണ്, മദ്യം പ്രീവിയസ് ആണ്, കൃഷി പ്രീവിയസ് ആണ്, ഭൂനികുതി, കെട്ടിട നികുതി പ്രീവിയസ് ആണ്, അതുപോലെ ഫിഷറീസ് പ്രീവിയസ് ആണ്, വിപണികളും മേളകളും പ്രീവിയസ് ആണ്. അപ്പൊ തന്നെ മനസ്സിലായല്ലോ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ് എന്ന്. ഇത് എത്രയും സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങള്: പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, ടെലിഫോൺ, പോസ്റ്റ് ഓഫീസും സേവിംഗ് ബാങ്കും, സെൻസസ്, ലോട്ടറി, കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് തീരുവ, വരുമാന നികുതി. 3 പ്രധാനപ്പെട്ട നികുതികൾ പറഞ്ഞേ: കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, പൗരത്വം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, ഇൻഷുറൻസ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, ടെലിഫോൺ, പോസ്റ്റ് ഓഫീസും സേവിംഗ് ബാങ്കും, സെൻസസ്, ലോട്ടറി, കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, പൗരത്വം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, ഇൻഷുറൻസ്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റില് പ്രതിരോധം, റെയിൽവേ, തപാല്, സെൻസസ്, ലോട്ടറി, പൗരത്വം, വരുമാന നികുതി, കോർപ്പറേറ്റ് നികുതി, ബാങ്കിങ്, ഇൻഷുറൻസ് ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് ഒരല്പം ഇമ്പോർട്ടൻസ് ആ മേഖല കൊടുത്ത് പഠിക്കുക. യൂണിയൻ ലിസ്റ്റിൽ ബാക്കി വരുന്ന കുറച്ച് വിഷയങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അവ ഏതെന്ന് നോക്കാം. കറൻസി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഐക്യരാഷ്ട്ര സംഘടന, വിദേശ വായ്പ, ഉപ്പിന്റെ ഉൽപാദനവും വിതരണവും, കുത്തക അവകാശം അഥവാ പേറ്റന്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആണവോർജം, സിനിമാ നിർമ്മാണം, സ്റ്റാർ ചെയ്ത് പഠിച്ചോളനെ, സിനിമാ നിർമ്മാണം, ഇന്ത്യക്ക് പുറത്തേക്കുള്ള തീർത്ഥാടനം, CBI എന്നിവ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന വിഷയങ്ങളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാ? കറൻസി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഐക്യരാഷ്ട്ര സംഘടന, വിദേശ വായ്പകൾ, ഉപ്പിന്റെ ഉൽപാദനവും വിതരണവും, കുത്തകാവകാശം അഥവാ പേറ്റന്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആണവോർജം, സിനിമാ നിർമ്മാണം, ഇന്ത്യക്ക് പുറത്തേക്കുള്ള തീർത്ഥാടനം, CBI. ഇതിനകത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിദേശ വായ്പകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആണവോർജം, CBI ഇത്രയും പോയിന്റ്സ് നമ്മുടെ PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഏത് ലിസ്റ്റിന്റെ ഭാഗമെന്ന്. അതുകൊണ്ട് ഇത്രയും പഠിച്ചു വെക്കുക. മൂന്നാമതായിട്ട് നമുക്ക് നോക്കുവാനുള്ളതാണ് കൺകറന്റ് ലിസ്റ്റിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, വില നിയന്ത്രണം, സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയുള്ള നീതി ന്യായ ഭരണം. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടന്റ് ആണ്.
സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയുള്ള നീതിന്യായ ഭരണം. സാമ്പത്തിക സാമൂഹികാസൂത്രണം. വിവാഹവും വിവാഹമോചനവും സ്റ്റാറിട്ട് പഠിച്ചോളണം. വിവാഹവും വിവാഹമോചനവും, ക്രിമിനൽ നിയമങ്ങൾ, ഫാക്ടറികൾ, ബോയിലറുകൾ, ട്രസ്റ്റുകൾ, ട്രേഡ് യൂണിയനുകൾ, സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും, സോഷ്യൽ സെക്യൂരിറ്റിയും സോഷ്യൽ ക്ലൈമറ്റും, തൊഴിലും തൊഴിലില്ലായ്മയും, ലേബർ വെൽഫെയർ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, വില നിയന്ത്രണം, സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയുള്ള ബാക്കി നീതിന്യായ ഭരണം, സാമ്പത്തിക സാമൂഹികാസൂത്രണം, വിവാഹവും വിവാഹമോചനവും, ക്രിമിനൽ നിയമങ്ങൾ, ഫാക്ടറികൾ, ബോയിലറുകൾ, ട്രസ്റ്റുകളും, ട്രേഡ് യൂണിയനുകൾ, സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും, സോഷ്യൽ സെക്യൂരിറ്റിയും സോഷ്യൽ ക്ലൈമറ്റും, തൊഴിലും തൊഴിലില്ലായ്മയും, ലേബർ വെൽഫെയർ. ഇതിനകത്ത് വിദ്യാഭ്യാസം, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, വിവാഹവും വിവാഹമോചനം, ക്രിമിനൽ നിയമങ്ങൾ, ഫാക്ടറികൾ, സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും, അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകൾ, ലേബർ വെൽഫെയർ, തൊഴിലും തൊഴിലില്ലായ്മയും. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും PSC പ്രീവിയസ് ആയി കൺകറന്റ് ലിസ്റ്റിൽ നിന്നും ചോദിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത്രയും ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്താണ്? നമ്മൾ എല്ലാവർക്കും അറിയാം 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയ സംഗതി എന്താ? ബഹുമതികൾ നിർത്തലാക്കി. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ഇതിലൊരൊറ്റ ആർട്ടിക്കിൾ പോലും നമുക്ക് കളയാനില്ല. PSCയുടെ ചരിത്രത്തിൽ ഇതുവരെ ചോദിച്ചുള്ള മുഴുവൻ ആർട്ടിക്കിൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ആർട്ടിക്കിൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിളുകൾ. ഭാഗം 1 പറയുന്നത് യൂണിയനും അതിന്റെ ഭൂപ്രദേശത്തെ പറ്റിയാണ്. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭാഗം 1 പറയുന്നത് യൂണിയനും അതിന്റെ ഭൂപ്രദേശത്തെ പറ്റിയാണ്. ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 1 എന്താ പറയുന്നത്? ഇന്ത്യൻ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 2 പുതിയ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാനും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പേരും അതിരും മാറ്റാനുമുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നു. രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത്? പുതിയ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാനും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പേരും അതിരുകളും മാറ്റാനുമുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നു. ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ വിസ്തീർണം, അതിരുകൾ, പേരുകൾ എന്നിവയുടെ മാറ്റത്തെയും പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 3 എന്താ പറഞ്ഞിരിക്കുന്നത്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ വിസ്തീർണം, അതിരുകൾ, പേരുകൾ എന്നിവയുടെ മാറ്റത്തെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. ഭാഗം 2 പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നു. 5 മുതൽ 11 വരെ. ഭാഗം 2 എന്തിനെ പറ്റിയാ? പൗരത്വത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെ എന്താ പറയുന്നത്? ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ചുള്ള വ്യവസ്ഥകളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെ എന്താ പറയുന്നത്? ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ചുള്ള വ്യവസ്ഥകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഭാഗം 3 മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭാഗം 3 മൗലിക അവകാശങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം, അതായത് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഇതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15 മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 15 എന്താ പറഞ്ഞിരിക്കുന്നത്? മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 16 പൊതു തൊഴിലുള്ള അവസര സമത്വം. ആർട്ടിക്കിൾ 16 എന്താണ്? പൊതു തൊഴിലുകളിലുള്ള അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്തം നിരോധിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 17 അയിത്തം നിരോധിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കുന്നു. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം.
ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അതായത് നാഷണൽ എമർജൻസിയൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും ക്യാൻസൽ ആവാത്ത ആർട്ടിക്കിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 ആണ്. അതായത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21A ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 21A ആണ്. പക്ഷെ അതിനകത്തൊരു പോയിന്റ് ഓർത്ത് വെച്ചോളണം. 6 വയസ്സിനും 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നതിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 21A. അങ്ങനെ തന്നെ ഓർത്ത് പഠിച്ചോളണേ. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A എന്തിനെ പറ്റിയാ പറയുന്നത്? വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്ന് പറയുന്നു. വെറും വിദ്യാഭ്യാസമല്ല, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 21A പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 22 ചില സന്ദർഭങ്ങളിൽ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. ആർട്ടിക്കിൾ 22 എന്താണ്? ചില സന്ദർഭങ്ങളിൽ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്തും നിർബന്ധിത തൊഴിലും നിരോധിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്തും നിർബന്ധിത തൊഴിലും നിരോധിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. വീണ്ടും വന്നിരിക്കുന്നു ഇമ്പോർട്ടന്റ്. ആർട്ടിക്കിൾ 24 എന്താ പറഞ്ഞത്? ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 30 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. ഇതും ഇപ്പൊ വന്നിരുന്നു ക്വസ്റ്റ്യനിൽ. ആർട്ടിക്കിൾ 30ന്റെ പ്രത്യേകത എന്താ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശത്തെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ഏത്? ആർട്ടിക്കിൾ 32. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 45 കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. എന്താ ഈ ആർട്ടിക്കിൾ 45 ആർട്ടിക്കിൾ 21 തമ്മിലുള്ള വ്യത്യാസം? അതിലും കുട്ടികളുടെ കാര്യമല്ലേ പറഞ്ഞേക്കുന്ന. എന്നാൽ ആർട്ടിക്കിൾ 45 ശ്രദ്ധിച്ചു പഠിച്ചോളണം. പല ഉദ്യോഗാർത്ഥികളും തെറ്റിക്കുന്നതാണ്. കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. പക്ഷേ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 45 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണേ. ആർട്ടിക്കിൾ 45 എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. പക്ഷേ ആ കുട്ടികൾ 6 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം. ഇതാണ് ആർട്ടിക്കിൾ 45 പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 21A എന്താ പറഞ്ഞിരിക്കുന്നത്? അത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് കേട്ടോ. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഓർക്കണം. ആർട്ടിക്കിൾ 48 കൃഷിയുടെയും മൃഗസംരക്ഷണത്തെയും പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 48 കൃഷിയെ പറ്റിയും മൃഗസംരക്ഷണത്തെ പറ്റിയും പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 50 നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 50 നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്നു. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. ഭാഗം 4A നമ്മൾ മൗലിക കടമകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A എന്താ പറഞ്ഞിരിക്കുന്നത്? പൗരന്മാരുടെ മൗലിക കടമകളാണ്. അതുകൂടെ ഓർത്ത് വെച്ചോളണേ. ആർട്ടിക്കിൾ 51A എന്താ പറഞ്ഞിരിക്കുന്നത്? പൗരന്മാരുടെ മൗലിക കടമകളെ പറ്റിയും. ആർട്ടിക്കിൾ 51 എന്താ പറഞ്ഞിരിക്കുന്നത്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. അടുത്തതാണ് ഭാഗം 5 യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 52 മുതൽ
151 വരെ. ഭാഗം 5 യൂണിയനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ രാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ രാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 63 ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 63 ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിയുടെ മാപ്പ് നൽകുവാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിയുടെ മാപ്പ് നൽകുന്നതിനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കുവാനുമുള്ള മന്ത്രിമാരുടെ കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കുവാനുമുള്ള മന്ത്രിമാരുടെ കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റി പ്രതിപാദിക്കുന്നു. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചതാണ്. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 79 പാർലമെന്റിന്റെ രൂപീകരണം. ആർട്ടിക്കിൾ 79 എന്താണ്? പാർലമെന്റിന്റെ രൂപീകരണത്തെ പറ്റി പറയുന്നു. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 80 രാജ്യസഭയുടെ ഘടനയെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 80 രാജ്യസഭയുടെ ഘടനയെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 81 ലോകസഭയുടെ ഘടനയെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 81 ലോകസഭയുടെ ഘടനയെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 110 ധനബില്ലുകളുടെ നിർവചനം. ആർട്ടിക്കിൾ 110 ധനബില്ലുകളുടെ നിർവചനം. ആർട്ടിക്കിൾ 112 വാർഷിക സാമ്പത്തിക പ്രസ്താവന അഥവാ ബഡ്ജറ്റിനെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 112 വാർഷിക സാമ്പത്തിക പ്രസ്താവന അഥവാ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 123 പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 123 പാർലമെന്റ് സമ്മേളിക്കാത്ത സമയത്ത് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. ഒരു ചെറിയ കോഡ് പറഞ്ഞുതരാം, ഒരുപാട് തവണ ക്ലാസ്സിൽ ആവർത്തിച്ചതാണ്. പുതിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ കേട്ട് വയ്ക്കുക. ഓർഡിനൻസ് ആർട്ടിക്കിൾ 123 ആണ്. അതായത് ഓടുമ്പോൾ നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഓടുന്നത്. അപ്പോൾ ഓർഡിനൻസ് ആർട്ടിക്കിൾ എന്താണ്? 1, 2, 3 അല്ലെങ്കിൽ 123 ആണ്. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയുടെ സ്ഥാപനവും ഭരണഘടനയും. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയുടെ സ്ഥാപനവും ഭരണഘടനയും. ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഥവാ CAG. ആർട്ടിക്കിൾ 148 എന്താ പറഞ്ഞിരിക്കുന്നത്? കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഥവാ CAG പറ്റിയാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഭാഗം 6 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളുകൾ. ഭാഗം 6 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളുകൾ. ആർട്ടിക്കിൾ 153 സംസ്ഥാന ഗവർണർമാരെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 153 സംസ്ഥാന ഗവർണർമാരെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 161 ഗവർണറുടെ മാപ്പ് നൽകുവാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 161 ഗവർണറുടെ മാപ്പ് നൽകുവാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 163 ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കുവാനുമുള്ള മന്ത്രിമാരുടെ കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 163 ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കുവാനുമുള്ള മന്ത്രിമാരുടെ കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 168 സംസ്ഥാന നിയമനിർമ്മാണ സഭ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 168 സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 213 സംസ്ഥാന നിയമസഭ സമ്മേളിക്കാത്തപ്പോൾ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 213 സംസ്ഥാന നിയമസഭ സമ്മേളിക്കാത്തപ്പോൾ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 214 സംസ്ഥാന ഹൈക്കോടതികളെ പറ്റി പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 214 സംസ്ഥാന ഹൈക്കോടതികളെ പറ്റി പരാമർശിക്കുന്നു. ഇനി മറ്റു പ്രധാന ആർട്ടിക്കിൾ കൂടി നമ്മൾ നോക്കുകയാണ്. അതായത് ഇതിൽ ഉൾപ്പെടാത്ത മറ്റു പ്രധാന ആർട്ടിക്കിൾ കൂടി ഒന്ന് നോക്കാം. ആർട്ടിക്കിൾ 243 പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ. ആർട്ടിക്കിൾ 243 പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ. ആർട്ടിക്കിൾ 243K പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെ സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 243K പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെ സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 266 കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയും പൊതു അക്കൗണ്ടുകളും. ആർട്ടിക്കിൾ 266 കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയും പൊതു അക്കൗണ്ടുകളും. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. ഇതൊക്കെ ചോദിച്ചതാണ് PSC. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. ആർട്ടിക്കിൾ 300A സ്വത്തവകാശം. ദാ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച രണ്ടാമത്തെ ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 300A എന്താണ്? സ്വത്തവകാശം.
ആർട്ടിക്കിൾ 324 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആർട്ടിക്കിൾ 324 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം, ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം, ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിന് നൽകിക്കൊണ്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ കരട് രേഖ തയ്യാറാക്കുവാൻ ചുമതലപ്പെട്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്കായിരുന്നു. പഠിച്ചോളനെ, ഭരണഘടനയുടെ കരട് രേഖ തയ്യാറാക്കുവാൻ ചുമതലപ്പെട്ടത് ആർക്കായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്കായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7 ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 7 ആയിരുന്നു. ആരൊക്കെയാ അവര്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, BL മിത്തല്, TP കെയ്ത്താനെ. പഠിച്ചോളനെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 7 ആയിരുന്നു. ആരൊക്കെയാ വ്യക്തിത്വങ്ങള്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, BL മിത്തൽ, TP കെയ്ത്താൻ. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1947 ഓഗസ്റ്റ് മാസം 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനയുടെ കരട് രേഖ തയ്യാറാക്കുവാൻ ചുമതലപ്പെട്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 7 ആണ്. ഏതൊക്കെയാണ് ആ വ്യക്തിത്വങ്ങൾ? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, BL മിത്തൽ, TP കെയ്ത്താൻ എന്നിവരെയാണ് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിയമിച്ച പ്രധാന കമ്മിറ്റികളും അതിന്റെ ചെയർമാൻമാരുമാണ്. ശ്രദ്ധിക്കുക, പ്രധാന കമ്മിറ്റികളും അതിന്റെ ചെയർമാൻമാരും. അഡ്ഹോക്ക് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെയും ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വമാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. മൗലിക അവകാശ കമ്മിറ്റി, പ്രവിശ്യ ഭരണഘടനാ സമിതിയുടേതും സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. മൗലിക അവകാശ കമ്മിറ്റി, പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെയും ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഹൗസ് കമ്മിറ്റി, പട്ടാഭി സീതാരാമയ്യർ. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യർ ആയിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി എന്നിവരുടെ ചെയർമാൻ ഏതായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. അഡ്ഹോക്ക് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. മൗലിക അവകാശ കമ്മിറ്റി, പ്രവിശ്യ ഭരണഘടനാ സമിതി, സർദാർ വല്ലഭായ് പട്ടേൽ. ഹൗസ് കമ്മിറ്റി, പട്ടാഭി സീതാരാമയ്യർ. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു ആണ്. പഠിക്കുക. 9ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമ സംഹിത എന്നറിയപ്പെടുന്നത് ഭരണഘടന. ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമ സംഹിത എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക. ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചാൽ അതും അമേരിക്കയാണ്. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രയേലും. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങൾ ഏതാണ്? ബ്രിട്ടനും ഇസ്രയേലുമാണ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത്
ഗ്രീസ് ആണ്. പഠിച്ചോളനെ. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമെന്നും ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ബ്രിട്ടൻ ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ഏതാണ്? ബ്രിട്ടൻ ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. പഠിച്ചോളനെ. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? അത് സ്വിറ്റ്സർലൻഡ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിത എന്നറിയപ്പെടുന്നത് ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക. ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങൾ ബ്രിട്ടനും ഇസ്രയേലും. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഗ്രീസ് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. പഠിക്കുക. 10ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങളാണ് കേട്ടോ. ഭരണഘടനയുടെ ആമുഖത്തില് സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗലിക അവകാശങ്ങളാണ്. നമുക്ക് നോക്കാം ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാ? ആമുഖമാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. തെറ്റിപ്പോവല്ലേ. ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. ആമുഖപ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനകീയ റിപ്പബ്ലിക് ആണ്. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ആമുഖപ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനകീയ റിപ്പബ്ലിക് ആണ്. വീണ്ടും പറയുന്നു, ആമുഖപ്രകാരം ഇന്ത്യ എന്താണ്? ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനകീയ റിപ്പബ്ലിക് ആണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയമായിരുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയമായിരുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം 1946 ഡിസംബർ മാസം 13 ആയിരുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തിത്വമാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് 1947 ജനുവരി 22. ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയതെന്ന 1947 ജനുവരി മാസം 22. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖം. ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. ആമുഖപ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനകീയ റിപ്പബ്ലിക് ആണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയമാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് 1946 ഡിസംബർ മാസം 13. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് 1947 ജനുവരി മാസം 22 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് ആരംഭിച്ചാണ്. ഇന്ത്യയിലെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ? നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ്. ആമുഖത്തെ ഭേദഗതി ചെയ്ത ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി 1976. പഠിച്ചോളനെ. ആമുഖത്തെ ഭേദഗതി ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി വർഷം 1976. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭരണഘടനയുടെ ആമുഖവും വിശേഷണവുമാണ്. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് അഭിപ്രായപ്പെട്ടത് എൻ പൽക്കിവാല. പഠിച്ചോളനെ. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാരാണ്? എൻ പൽക്കിവാലയാണ്. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ താക്കോലാണ് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടന ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ആരാണ്? ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒറ്റ പോയിന്റ് പോലും നമുക്ക് കളയാനില്ല. ഭരണഘടനയുടെ ആമുഖവും വിശേഷണവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭരണഘടനയുടെ ആമുഖം തിരിച്ചറിയൽ കാർഡ് എന്ന് അഭിപ്രായപ്പെട്ടത് എൻ പൽക്കിവാലയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്.
ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഠാക്കൂർ ദാസ് ഭാർഗവാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് 26ാം ഭരണഘടനാ ഭേദഗതി നിയമം 1971. 26ാം ഭരണഘടനാ ഭേദഗതി നിയമം 1971 നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 363A ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയത് 26ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ആർട്ടിക്കിൾ 363A ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയത് 26ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ്. മുൻ ഭരണാധികാരികൾക്ക് നൽകിയിരുന്ന പ്രിവ്യൂ പേഴ്സ് നിർത്തലാക്കൽ പ്രാബല്യത്തിൽ വന്നത് 26ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. മുൻ ഭരണാധികാരികൾക്ക് നൽകിയിരുന്ന പ്രിവ്യൂ പേഴ്സ് നിർത്തലാക്കൽ പ്രാബല്യത്തിൽ വന്നത് 26ാം ഭരണഘടനാ ഭേദഗതി നിയമം 1971 പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിയമം 1976. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. PSCയിലെ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചുള്ള ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ 42ാം അമെന്റ്മെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയാണ്. ഇതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ പഠിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാൻ നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യരുത്. ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ചോദിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് 42ാം ഭരണഘടനാ ഭേദഗതി. അപ്പൊ നമുക്ക് നോക്കാം. 42ാം ഭരണഘടനാ ഭേദഗതി നിയമം വന്നത് 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി, വർഷം 1976. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷം 1976. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷം 1976. 42ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1977 ജനുവരി 3. 42ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1977 ജനുവരി മാസം 3-ാം തീയതിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം 1976 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് തന്നെ 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷം 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1977 ജനുവരി മാസം 3-ാം തീയതി. 1977 ജനുവരി മാസം 3-ാം തീയതി പഠിക്കുക. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളേ. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഈ കാലഘട്ടത്തിലാണ് 42ാം ഭേദഗതി നിലവിൽ വരികയും ചെയ്തത്. 42ാം ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സൊരൻ സിംഗ് കമ്മിറ്റി. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. 42ാം ഭരണഘടനാ ഭേദഗതിക്ക് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സൊരൻ സിംഗ് കമ്മിറ്റിയാണ്. കമ്മിറ്റി ഏതാണ്? സൊരൻ സിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലാണ് 42ാം ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. 42ാം ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സൊരൻ സിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. പഠിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ, ഇതും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. LGS മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിനും നമുക്കിത് പ്രതീക്ഷിക്കാം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. ആദ്യം എന്തായിരുന്നു നമ്മുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നത്?
പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നീ 3 വാക്കുകളായിരുന്നു നമ്മളിൽ ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് പുതുതായിട്ട് എന്താ വന്ന് കൂട്ടിച്ചേർത്തത്? സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നാക്കി മാറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് മാറ്റി. രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ഇനി സുഹൃത്തുക്കൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പഠിക്കുക സുഹൃത്തുക്കള്. സ്ഥിതി സമത്വം ഒന്നാമതായിട്ട് ചേർത്ത് എന്താണ്? സ്ഥിതി സമത്വം. രണ്ടാമത്തെ വാക്ക് മതേതരത്വം. മൂന്നാമത്തെ വാക്ക് അഖണ്ഡത. ഇങ്ങനെ 3 വാക്കുകളാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണേ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ മാറ്റം എന്തായിരുന്നു? പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പ്രയോഗിക്കുന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളുടെ എണ്ണം 3 ഏതൊക്കെയാണ് ആ വാക്കുകൾ? സ്ഥിതി സമത്വം എന്ന വാക്ക്, മതേതരത്വം എന്ന വാക്ക്, അഖണ്ഡത എന്ന വാക്ക്. ഇത് 3 PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നത്. പഠിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഭാഗങ്ങളാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത് എന്ന്. മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. അതിൽ ആർട്ടിക്കിൾ 51A എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 51A എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. എന്താ ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടന നിഷ്കർഷിക്കുന്നു. ഇതാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോ മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 4A പുതിയൊരു ആർട്ടിക്കിൾ ആയിട്ട് ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർത്തു. എന്താണ് ഈ ആർട്ടിക്കിൾ 51A എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നതാണ് ആർട്ടിക്കിൾ 51A. ട്രൈബ്യൂണുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A ആണ്. ട്രൈബ്യൂണുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ? 14A ആണ്. അതിൽ ആർട്ടിക്കിൾ 323A എന്നൊരു പുതിയ ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ട്രൈബ്യൂണുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 14A. അതിൽ ആർട്ടിക്കിൾ 323A എന്നൊരു പുതിയൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. എന്താ ആർട്ടിക്കിൾ 323A എന്ന് ചോദിച്ചാല് അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണുകളുടെ രൂപീകരണം. എന്തിന്റെ രൂപീകരണമാ സുഹൃത്തുക്കളെ? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണുകളുടെ രൂപീകരണം. അപ്പൊ എന്താ സുഹൃത്തുക്കളെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോക്കാം എന്താണെന്ന്. കേന്ദ്ര സംസ്ഥാന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതുനിയമങ്ങളിലൂടെയും ജീവനക്കാരുടെയും സർവീസ് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകള്. ഒന്നുമില്ല, നമ്മുടെ കേന്ദ്ര സംസ്ഥാന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ. ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 323A ആണ്. ആർട്ടിക്കിൾ 323A ആണ്. അതിനോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 323Bയും കൂടി കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 323B എന്താ പറയുന്നത്? നികുതി പരിഷ്കരണം മുതലായ മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രൈബ്യൂണുകളുടെ രൂപീകരണം. നികുതി പരിഷ്കരണം മുതലായ മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രൈബ്യൂണുകളുടെ രൂപീകരണമാണ് ആർട്ടിക്കിൾ 323B പറയുന്നത്. ഒരു കൺഫ്യൂഷനും വേണ്ട സുഹൃത്തുക്കളെ, ഒന്നുകൂടി പറഞ്ഞു തരാം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം 4A ആണ്.
അതിൽ ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞ് പുതിയൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ഈ ആർട്ടിക്കിൾ 51A എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാല് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടന നിഷ്കർഷിക്കുന്നു. രണ്ടാമതായിട്ട് വന്ന വ്യത്യാസം എന്താണ്? ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമായിരുന്നു 14A. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 14A. ഇതിനകത്ത് ആർട്ടിക്കിൾ 323A-യും 323B എന്നീ 2 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 323A എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേന്ദ്ര, സംസ്ഥാന, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ആർട്ടിക്കിൾ ആണ് 323B. 323B ആർട്ടിക്കിളും ട്രൈബ്യൂണലുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്നത് നികുതി, ഭൂപരിഷ്കരണം മുതലായ മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രൈബ്യൂണലുകളുടെ രൂപീകരണമാണ് ആർട്ടിക്കിൾ 323B പറയുന്നത്. പഠിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം 10 ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വീണ്ടും വന്നേ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 10 ആണ്. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്ക് ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതിനുശേഷം ഇത് തിരിച്ചു വീണ്ടും 5 വർഷമാക്കി കേട്ടോ. അത് നമുക്ക് അങ്ങോട്ട് വരുമ്പോ കിട്ടും. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തേക്ക് ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ 42ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 10 ആണ്. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്ക് ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പഠിക്കുക. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം 5 ആണ്. പഠിക്കുക. 1976-ലെ 42ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങളെ എടുത്ത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഏതിലേക്ക് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം. ഇത്രയും എടുത്ത് എവിടെ നിന്ന് മാറ്റി? നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ട് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 പ്രധാനപ്പെട്ട വിഷയങ്ങളെ എടുത്ത് എങ്ങോട്ട് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തു? മാറ്റി. ആ വിഷയങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായവും അവരുടെ കയ്യിലേക്ക് മാറ്റി, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. പഠിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങൾ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളുടെ എണ്ണം 3 ആണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ്? അല്ലെങ്കിൽ ആർട്ടിക്കിളുകളുടെ എണ്ണം എത്രയാണ്? 3 ആർട്ടിക്കിളാണ് കൂടിച്ചേർത്തത്. ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഏതിനകത്ത് കൂട്ടിച്ചേർത്തത്? നമ്മുടെ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ എന്ത് ചെയ്തത്? കൂട്ടിച്ചേർത്തത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമുക്ക് എന്തൊക്കെയാണ് അവയെന്ന് നോക്കാം. ആർട്ടിക്കിൾ 39A എന്തിനെ പറ്റിയാ പറയുന്നത്? എല്ലാവർക്കും തുല്യനീതിയും സൗജന്യമായ
നിയമസഹായവും നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 39A എല്ലാ മനുഷ്യർക്കും തുല്യമായ നീതി ലഭിക്കണം, അതുപോലെ തന്നെ ആ നീതി സൗജന്യമായ നിയമസഹായവും നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നു ആർട്ടിക്കിൾ 39A പ്രകാരം. ആർട്ടിക്കിൾ 43A വ്യവസായങ്ങളുടെ നടത്തിപ്പും പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. വ്യവസായങ്ങളുടെ നടത്തിപ്പിലും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 43A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 48A എന്തെന്ന് ചോദിച്ചാല് അത് വനങ്ങളും വന്യജീവികളും സംബന്ധിച്ച ആർട്ടിക്കിളാണ്. വനങ്ങളും വന്യജീവികളും സംബന്ധിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A. ഒരു കൺഫ്യൂഷനും വേണ്ട സുഹൃത്തുക്കളെ, ഒന്നുകൂടി പറഞ്ഞു തരാം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശ തത്വങ്ങളില് പ്രധാനമായിട്ടും 3 ആർട്ടിക്കിളുകൾ നമ്മൾ കൂട്ടിച്ചേർത്തു. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു നിർദ്ദേശക തത്വങ്ങളില്. ആർട്ടിക്കിൾ 39A എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തുല്യനീതിയും സൗജന്യമായ നിയമസഹായവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഭാഗത്ത് പഠിക്കേണ്ട പോയിന്റ് ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ആർട്ടിക്കിൾ 43A എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വ്യവസായങ്ങളുടെ നടത്തിപ്പിലും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നാണ് 43A പറയുന്നത്. 48A എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ വനങ്ങളും അതുപോലെ വന്യജീവികളെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 48A പഠിക്കുക. 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 2001 വരെ ലോകസഭയുടെയും മറ്റു സംസ്ഥാന നിയമസഭകളിലെയും സീറ്റുകൾ മരവിപ്പിച്ച ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1971 സെൻസസിന്റെ അടിസ്ഥാനത്തില് 2001 വരെ ലോകസഭയുടെയും മറ്റു സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയും സീറ്റുകള് മരവിപ്പിച്ച ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. എന്ന് വെച്ചാൽ വല്ല മനസ്സിലായ സുഹൃത്തുക്കളെ? ഒന്നുമില്ല. ഈ 1971 സെൻസസ് പ്രകാരം 2001 വരെ ലോകസഭയിലോ മറ്റു നിയമനിർമ്മാണ സഭയിലോ സീറ്റുകളുടെ എണ്ണം കൂട്ടുവാൻ കഴിയില്ല. കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയില്ല. കുറയ്ക്കാൻ സാധിക്കില്ല, കൂട്ടുവാനേ സാധിക്കുള്ളൂ. അപ്പോ കൂട്ടുവാൻ കഴിയില്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 1971 സെൻസസിന്റെ ബേസിസിൽ ഇവിടെ വന്നപ്പോഴേക്കും 2001 വരെ എന്ത് ചെയ്യണം? സീറ്റുകൾക്ക് ഒരു വ്യത്യാസവും പാടില്ല. അത് ലോകസഭയായാലും ശരി സംസ്ഥാന നിയമനിർമ്മാണ സഭയായാലും ശരി സീറ്റുകള് ചേഞ്ച് ചെയ്യാൻ, എണ്ണം കൂട്ടുവാൻ പാടില്ല. അവിടെ അങ്ങ് മരവിപ്പിച്ച് വെച്ച് കേട്ടോ. എത്രയാണോ സീറ്റ് അത്രയും സീറ്റ് മതി എന്ന് അങ്ങ് മരവിപ്പിച്ച് വെച്ചു. അതാണ് കേട്ടോ ഈ പോയിന്റിൽ പറഞ്ഞത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസം എന്നതിൽ നിന്നും 1 വർഷത്തേക്ക് എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യം 6 മാസത്തിൽ നിന്നും 1 വർഷമാക്കി വർദ്ധിപ്പിച്ചു. എന്താ പറഞ്ഞത്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും 1 വർഷമായി വർദ്ധിപ്പിച്ചു. പഠിക്കുക. ഇത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.